നമസ്തേ. നമ്മുടെ കൂടെ എന്നുള്ളത് ചെങ്കിലാത്ത് കുടുംബത്തിലെ ശ്രീ വേണുഗോപാലൻ ചേട്ടനാണ്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ജ്യോതിഷത്തിലും താന്ത്രികത്തിലും മാന്ത്രികത്തിലും ഒക്കെ അതുപോലെ സർവോപരി ധ്യാനത്തിലൊക്കെ വളരെയധികം കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചില സംശയങ്ങൾ തീർക്കാം. വളരെ ലഘുവായി ചോദിക്കാം. ചേട്ടാ നമസ്തേ. നമസ്തേ. ചേട്ടാ, ജ്യോതിഷത്തെ പറ്റി എന്താണ് ചേട്ടന് ഒരു നിർവചനം എന്ന നിലയ്ക്ക് പറയാം? ജ്യോതിഷം എന്ന് പറയുമ്പോഴേ ശരിക്കും നമ്മളുടെ ഈ ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ട് നമ്മൾ പുനർജന്മ സിദ്ധാന്തമുണ്ട്. ഒരാളെ അടുത്ത പൂർവ്വജന്മത്തെ കർമ്മങ്ങളിൽ ഫലം അനുഭവിക്കാൻ വേണ്ടി, അത് പാകമായ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് അടുത്ത ജന്മം സ്വീകരിക്കുന്നത്. അപ്പം നേരത്തെയുള്ള കർമ്മങ്ങളിൽ ഏതെല്ലാം കർമ്മങ്ങൾ അനുഭവിക്കാൻ ഒരാൾ ജനിച്ചു എന്നുള്ള സൂചകമാണ് ഗ്രഹനില. അപ്പോൾ ഗ്രഹങ്ങൾ അതനുസരിച്ചുള്ള പൊസിഷനിൽ നിന്ന് കാണിക്കും. അതായത് കർമ്മഫലങ്ങളെ സഞ്ചിതമൊന്നും പ്രാരാബ്ദമൊന്നും ആഗാമികമൊന്നും തിരിച്ചിട്ടുണ്ട്. ഇതിൽ സഞ്ചിത കർമ്മങ്ങളിൽ പാകമായ കർമ്മഫലം അനുഭവിക്കാനാണ് ഒരാൾ ജനിക്കുന്നത്. ജനിക്കുമ്പം ആ ഏതെല്ലാം കർമ്മം അനുഭവിക്കാനാണോ ജനിച്ചത് അതിലെ സൂചകങ്ങളായി ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും പ്രവചിക്കുന്ന രീതി ഭാരതീയ ഋഷീശ്വരന്മാർ നേരത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ വരാഹമിഹിരന്റെ ഹോരാശാസ്ത്രമാണ് ഇപ്പോൾ പിന്തുടരുന്നത് പൊതുവായിട്ടുള്ളത്. അതിൽ ജ്യോതിഷം എന്തെന്ന് ചോദിച്ചാൽ, ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു ദീപം കാണിച്ചാൽ ഒരു വസ്തു എങ്ങനെ വ്യക്തമാകുമോ അതുപോലെ തന്നെ ഒരാളുടെ കർമ്മം ഇപ്പം ഏത് കർമ്മഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഇപ്പം ഒരാളുടെ ഗ്രഹനില വെച്ചിട്ട് അയാളുടെ ഒരു നല്ല ഗ്രഹനാഥന്റെ അപകാര സമയമാണ്, ദശാസന്ധി സമയമാണ് എങ്കിൽ അത് വെച്ചിട്ട് ജ്യോതിഷത്തിന് പറയാൻ സാധിക്കും അയാളുടെ പൂർവ്വജന്മത്തിലെ നല്ല ഫല അനുഭവത്തിന്റെ കാലമാണോ ഇല്ലയോ എന്നുള്ളത്. തിരിച്ച് ഗ്രഹനില വെച്ചിട്ട് തന്നെ അയാളുടെ പൂർവ്വജന്മത്തിലെ ദുരിത ഫലം അനുഭവിക്കുന്ന സമയമാണെന്നും പറയാൻ സാധിക്കും. ജ്യോതിഷത്തിന്റെ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് ജ്യോതിശാസ്ത്രത്തെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ അയാളുടെ പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങളിൽ സുഹൃത കർമ്മഫലാനുഭവത്തിന്റെ കാലമാണ്, പക്ഷെ അയാൾ ദുരിതം അനുഭവിക്കുന്നു. പക്ഷെ ഒരേ സമയം ജനിക്കുന്ന ഒരു കുട്ടി, രണ്ട് കുട്ടികളാണെങ്കിൽ തന്നെ രണ്ടുപേർക്കും രണ്ട് ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? അത് പറയാം. ഇപ്പൊ ഇതൊന്ന് വ്യക്തമായിക്കോട്ടെ. ഒന്ന് വെച്ചാൽ, നമുക്ക് ഒരാളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് അയാൾക്ക് നല്ല ഗ്രഹനില വിലയിരുത്തുമ്പോൾ നല്ല കർമ്മഫലമായിരിക്കേണ്ട കാലമാണ്, പക്ഷെ അയാൾക്ക് ജീവിത അനുഭവം വളരെ മോശമാണ് എങ്കിൽ അതിന്റെ കാരണം ജ്യോതിഷന് കണ്ടെത്തണം. പലപ്പോഴും അതാണ് പരാജയപ്പെട്ടു പോകുന്നത്. അതുപോലെ ഒരാൾക്ക് വളരെ മോശമാണ് ഫലം, വളരെ വളരെ ക്ലേശിച്ച് ജീവിക്കേണ്ട സമയത്ത് അയാൾക്ക് നല്ലവണ്ണം ജീവിക്കാൻ സാധിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഇവിടെയാണ് ജ്യോതിഷം പ്രസക്തതാണ്. അപ്പൊ സാധാരണഗതിയിൽ ജ്യോതിഷമല്ല എന്തെങ്കിലുമൊക്കെ ക്ഷുദ്രാവിചാരങ്ങളും ദോഷദുരിതങ്ങളും പറഞ്ഞു തീർക്കുന്ന ഏർപ്പാടുള്ളത് എന്തെങ്കിലും പറഞ്ഞിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശാസ്ത്രം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്, ഒരാളുടെ ഗ്രഹനില വിലയിരുത്തുമ്പോൾ, ജ്യോതിശാസ്ത്രം വിലയിരുത്തുമ്പോൾ അയാളുടെ നല്ല കർമ്മഫലം അനുഭവിക്കേണ്ട കാലമാണ് നിലവിലുള്ളത്. പക്ഷെ അയാൾക്ക് മോശപ്പെട്ട കർമ്മം അനുഭവിക്കുന്നുവെങ്കിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അയാളുടെ ഈ പ്രാരബ്ധ കർമ്മമാണ് അനുഭവിക്കുന്നതെങ്കിലും അയാളുടെ ആഗാമി കർമ്മം, ഇപ്പൊ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ പ്രകൃതിക്ക് വിരുദ്ധമാണ്, സഹജീവികൾക്ക് വിരുദ്ധമായ കർമ്മം ചെയ്യുന്നു, അതിന്റെ പാപഫലം അനുഭവിക്കുന്നതാണ് ഒരു കാരണം. അതല്ലെങ്കിൽ അയാൾക്കെതിരെ വിപരീത ഊർജ്ജങ്ങൾ ധാരാളം വരുന്നു. അവിടെയാണ് ജ്യോതിഷൻ ഇതിൽ ഏതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് വിപരീത കർമ്മഫലങ്ങളാണ് വരുന്നത്, വിപരീത ഊർജ്ജം വരുന്നെങ്കിൽ ഏത് ഭാഗത്തുനിന്ന് വരുന്നു? അത് ഏതെങ്കിലും ദേവഗോപ ദുഷ്കൃതങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോകാകർഷ ദുഷ്കൃതമാണോ, അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമുള്ള ആഭിചാര പ്രക്രിയയാണോ എന്ന് പറയേണ്ടി വരും നോക്കിയിട്ട്. അങ്ങനെ ആണെങ്കിൽ അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കണം. തിരിച്ച് അതല്ല, അയാളുടെ കർമ്മം പിഴച്ചെങ്കിൽ ഒരു മര്യാദയില്ലാതെ, ഒരു മുഖസ്തുതി ഇല്ലാതെ അയാളെ തന്നെ അപലപിച്ച് അയാളുടെ കർമ്മത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ശക്തമായ താക്കീത് കൊടുത്തു വിടുകയും ചെയ്യണം. അതാണ് ആവശ്യം. ആരും ചെയ്യുന്നില്ല. ഇതാണ് അവസ്ഥ. പിന്നെ തിരിച്ച് ഒരാൾക്ക് വളരെ മോശപ്പെട്ട കർമ്മഫലം അനുഭവിക്കുന്ന ദശാകാലമാണെങ്കിൽ അത് അയാൾക്ക് അത് അനുഭവിക്കുന്നത് വരത്തില്ലെന്ന കർമ്മം അയാളുടെ ഈ ജന്മത്തെ കർമ്മങ്ങൾ, ഇപ്പം അതായത് സഞ്ചിതത്തിൽ പ്രാരാബ്ധ രൂപേണ അനുഭവിക്കേണ്ടതായി ശരീരം സ്വീകരിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കൂടാതെ തന്നെ അയാൾ അത്ര ഉത്കൃഷ്ടമായ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ കർമ്മം തന്നെ അയാളെ ശുദ്ധീകരിക്കാൻ സാധിക്കും, ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ അയാൾക്ക് അനുകൂലമായിട്ട് ചരിക്കുന്നു, എല്ലാവരും അയാളെക്കുറിച്ച് നല്ലത് പറയുന്നു. അപ്പൊ പോസിറ്റീവായിട്ട്, ഇപ്പം നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള എനർജി പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം അയാൾക്ക് ധാരാളം വന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇപ്പം ഇടയ്ക്ക് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഒരേ ജനിക്കുന്ന കുട്ടികളിൽ പല അനുഭവം ഉണ്ടാകാൻ കാരണം. അതിപ്പം നേരത്തെ ഒരു നല്ല ചോദ്യമുണ്ട്, പിന്നെ തമ്പ്രാനും ചോദ്യം അടിയാനും ചോദ്യം. ഒരിടത്ത് രാജാവിന്റെ ഭാര്യ രാജ്ഞി പ്രസവിച്ചപ്പോഴും കുട്ടിയുടെ ചോദ്യമാണ്
ആ വേലക്കാരന്റെ വീട്ടിലെ കുട്ടിയുടെ ചോദ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഗ്രഹനില തന്റെ ആത്യന്തികമാണോ എന്ന് ചോദിച്ചാൽ ആത്യന്തികമായിട്ട് ഗ്രഹനിലയുടെ ഫലം ഒരാൾക്ക് അനുഭവിക്കണം നിർബന്ധം തോന്നില്ല. കാരണം അത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് ഇപ്പൊ ഗ്രഹനില നോക്കിയിട്ട് ഒരാളുടെ ഗ്രഹനില വെച്ചിട്ട് അയാൾക്ക് തീരെ നിവൃത്തിയില്ലാത്ത ജീവിതത്തിലേക്ക് ഗത്യന്തരമില്ലാതെ അയാളെ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഗ്രഹനിലയാണെങ്കിലും അങ്ങനെയുള്ള ജനിച്ചാൽ ആ സമയത്ത് ആ ജന്മ സമയത്ത് ദിവ്യ പുരുഷന്മാരാണ്, ദിവ്യ ഋഷിമാരും പിന്നെ യക്ഷന്മാരെ, കിന്നരന്മാരെ, കിൻപുരുഷന്മാരെ, വിദ്യാധരന്മാരെന്നൊക്കെ പറഞ്ഞ് സൂക്ഷ്മ ലോകത്ത് സഞ്ചരിക്കുന്ന ആത്മാക്കളുടെ ആ ദേവതോർജ മണ്ഡലങ്ങളാണ് അതൊക്കെ. അവരുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഇയാളെ ദിവ്യനാക്കി അതൊരിക്കലും ഗ്രഹനില വെച്ച് പറയാൻ സാധിക്കില്ല. പിന്നെ ഈശ്വരാനുഗ്രഹം എപ്പോൾ കിട്ടിയോ അതനുസരിച്ചും മാറ്റം ഉണ്ടാവും. അപ്പൊ ആത്യന്തികമായിട്ട് ഗ്രഹനിലയോ പ്രവചനവും ജ്യോതിഷന്റെ കയ്യിലല്ല, ഈശ്വരന്റെ കയ്യിലാണ്. മാത്രമല്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഫലദീപിക എന്ന് പറഞ്ഞ ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ ഏത് അനിഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണെങ്കിലും സദാചാരവുമായും ധാർമ്മികമായും ജീവിക്കുന്ന ഒരാളെ ഗ്രഹങ്ങൾ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, കണ്ടകി വ്യാഴം എന്നൊന്നും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രാഹു കേതു ദോഷങ്ങളൊന്നും ചെയ്യാറില്ല. നമ്മൾ കർമ്മം ചെയ്യുന്നത് ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. കർമ്മം ചെയ്ത് ശ്രദ്ധിക്കണം. ഏത് കർമ്മമായാലും അത് ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് തന്ന ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും സദാചാരമായിട്ട് ധാർമ്മികമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ധർമ്മവും രക്ഷിതാണ്. ധർമ്മം നമ്മളെ രക്ഷിക്കും, ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ. അതിന് ചില തിരിച്ചറിവിന് നല്ലതാണ്. പക്ഷേ വേദകാലങ്ങളിലൊക്കെ മുഹൂർത്തം നോക്കാനാണ് കൂടുതൽ ജ്യോതിഷം ഉപയോഗിച്ചിരുന്നത്. അന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കർമ്മത്തിൽ പിഴവില്ലാതെ വേദത്തിന്റെ അനുശാസനം വെച്ച് വിധിനിഷേധങ്ങൾ അനുസരിച്ചാണ് കർമ്മം ചെയ്തു പോന്നിരുന്നത്. സത്യമുള്ള കാലം. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാത്തിനും അങ്ങനെ. അതെ, ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ കൈക്കൂലി കൂടുതൽ വാങ്ങിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നും ഞാൻ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് കുഞ്ഞിന് അസുഖം ഉണ്ടായിരുന്ന ജോലിസിന്റെ അടുത്ത് പോയി വാങ്ങിച്ചതിൽ കുറച്ച് രൂപ ജോലിസിനും കൊടുത്തേക്കാം, കുറച്ച് പൂജ ആക്കിയും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന കാലഘട്ടമാണ്. അത് ധാർമ്മികത പോയതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രീയ തരത്തിൽ വളച്ചൊടിക്കപ്പെട്ടത്.